ആന്റണി രാജു MLA കുറ്റക്കാരനെന്ന് ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി നെടുമങ്ങാട് വിധിച്ചു. ഇന്ന് രാവിലെ 11 മണിക്കായിരുന്നു ആ വിധി വന്നത്. ആ സംഭവം നമുക്ക് എല്ലാവർക്കും അറിയാം. 1990 ഓസ്ട്രേലിയക്കാരനായ ഒരു സായിപ്പ്, അയാള് ഇവിടെ രാസലഹരി കടത്തി, അയാളുടെ അണ്ടർവെയറിനുള്ളിലായിരുന്നു അത് സൂക്ഷിച്ചിരുന്നത്. അയാളെ പോലീസ് അറസ്റ്റ് ചെയ്തു. 1994 FIR ഇട്ടു. അതിനുശേഷം ആന്റണി രാജുവിൻ്റെ സീനിയർ ലേഡിയുമായിരുന്നു ഈ കേസ് നടത്തിക്കൊണ്ടിരുന്നത്. ആന്റണി രാജു അതിൻ്റെ അകത്ത് തൊണ്ടി മുതലും മാറ്റിയെന്ന് ആക്ഷേപം വന്നു. അയാൾ ധരിച്ചിരുന്ന അണ്ടർവെയർ അതിലായിരുന്നു ലഹരി കടത്തിയത്. കോടതിയിലെ 94 FIR രജിസ്റ്റർ ചെയ്ത അല്ലെങ്കിൽ കുറ്റചാർജ് 19 വർഷത്തിന് ശേഷം അത് കോടതിയിൽ എത്തുകയും ആ തൊണ്ടി സാധനങ്ങൾ അണ്ടർവെയർ മാറ്റി അത് ആന്റണി രാജു അത് പുറത്തു കൊണ്ടുപോയി തൊണ്ടി ക്ലാർക്ക് ജോസിൻ്റെ എന്ന് വാങ്ങിച്ച് 4 മാസം കഴിഞ്ഞപ്പോൾ തിരിച്ചു കൊണ്ടുപോയി കോടതി വെച്ചു. ആ അണ്ടർവെയർ വെട്ടിത്തയ്ച്ച് കൊച്ചുകുട്ടികളുടെ ആയിട്ട് മാറ്റി. അതിനുശേഷം ഈ കേസിനകത്ത് ഹൈക്കോടതിയിൽ അപ്പീൽ കൊടുത്തപ്പം ആ രജിസ്ട്രാർ ഹൈക്കോടതിയുടെ നിർദ്ദേശമനുസരിച്ച് രജിസ്ട്രാർ അത് പരിശോധിക്കുകയും വലിയർക്കിടുന്ന ഒരു ജഡ്ഡി അല്ല അത്, അല്ലെങ്കിൽ ബ്രീഫ് അല്ല എന്ന് കണ്ടെത്തുകയും കൊച്ചുകുട്ടികൾക്കുള്ള ബ്രീഫാണ്, അതുകൊണ്ട് ആ കേസ് വെറുതെ വിടുകയും ചെയ്തു. എന്നാൽ പിന്നീട് അനിൽ ഇമ്മാനുവൽ എന്ന് പറഞ്ഞ മനോരമയിലുണ്ടായിരുന്ന റിപ്പോർട്ടർ, അദ്ദേഹത്തിൻ്റെ ശ്രമഫലമായി ഈ കേസ് റിപ്പോർട്ട് ചെയ്ത് ഇത് കളവും തട്ടിപ്പും ഒക്കെ നടത്തിയാണ് ശിക്ഷയിൽ നിന്ന് ആന്റണി രാജു രക്ഷപ്പെട്ടത് എന്നുള്ള രീതിയിൽ അദ്ദേഹത്തിൻ്റെ വാർത്ത വരികയും അദ്ദേഹത്തിൻ്റെ പണി നഷ്ടപ്പെടുകയും ഇപ്പോൾ റിപ്പോർട്ടർ ചാനലിൽ അനിൽ ഇമ്മാനുവൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നത് നമുക്ക് കാണാം. ഈ കേസിന് സമയത്ത് അന്നത്തെ DGP സെൻകുമാർ സാറിൻ്റെ കാലഘട്ടം അദ്ദേഹം ഇത് ട്രയലിൽ കൊണ്ടുവരാൻ വളരെയധികം ശ്രമിച്ച വ്യക്തിയാണ്. പക്ഷെ പല രീതിയിലുള്ള രാഷ്ട്രീയ സ്വാധീനം കൊണ്ട് ഏകദേശം 35 വർഷത്തോളം 35-36 വർഷത്തോളം ഇത് എഴഞ്ഞ് നീങ്ങി. ഏതായാലും ഹൈക്കോടതിയുടെ ഇടപെടൽ വീണ്ടും ഉണ്ടായി. തൊണ്ടി സാധനത്തിലെ ആ ജഡ്ഡി മാറ്റിയതാണ്, അത് കളവായിട്ട് തൊണ്ടി മാറ്റി. അവിടുത്തെ തൊണ്ടി ക്ലാർക്ക് ജോസ് എന്ന് പറഞ്ഞ ആൾ അതിന് പങ്കുണ്ട്. അങ്ങനെ ആ കേസിൻ്റെ വിവിധ തരത്തിലുള്ള കേസും അതിന് കൗണ്ടറും ഒക്കെ വന്ന് ഏതായാലും അവസാനം അത് നെടുമങ്ങാട് ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിലെത്തി. അതിനകത്ത് ഹൈക്കോടതിയുടെ നിർദ്ദേശം അനുസരിച്ച് ട്രയൽ നടന്നു. ഇന്ന് ആന്റണി രാജു അതിനകത്ത് കുറ്റക്കാരനാണെന്ന് കോടതി വിധിച്ചു. ഇതിനകത്ത് 5-6 വകുപ്പുകൾ ചേർന്നിട്ടുണ്ട്. 409 എന്ന വകുപ്പ് പ്രകാരം 10 വർഷത്തെ തടവാണ് പറഞ്ഞിരിക്കുന്നത്. കുറ്റക്കാരനെ കണ്ട സ്ഥിതിക്ക് 10 വർഷം തടവ് തീർച്ചയായിട്ടും വിധിച്ചേ പറ്റുള്ളൂ. അങ്ങനെ വരുമ്പം ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിക്ക് 3 വർഷത്തിൽ കൂടുതൽ ശിക്ഷിക്കാൻ അധികാരമില്ല. അതേസമയത്ത് ഫൗണ്ട് ഗിൽറ്റി കുറ്റക്കാരനാണെന്ന് 2 പേരെയും ആന്റണി രാജു MLA അതിനകത്ത് 1-ാം പ്രതിയായ ജോസും തൊണ്ടി ക്ലാർക്കും 2 പേരും കുറ്റക്കാരാണെന്ന് ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി നെടുമങ്ങാട് വിധിച്ചു. അതിനകത്ത് 325 ക്രിമിനൽ പ്രൊസീജിയർ കോഡിനകത്ത് പറയുന്നത് ആ കോടതിക്ക് 3 വർഷം വരെയുള്ള ശിക്ഷ കൊടുക്കാനേ അധികാരമുള്ളൂ. അങ്ങനെയുള്ള ഹയർ കോടതി വേണം ആ ശിക്ഷ വിധിക്കാനായിട്ട്. ഫൗണ്ട് ഗിൽറ്റി കുറ്റക്കാരനെന്ന് കണ്ട 2 പേരെയും ഏതായാലും അത് കൂടുതൽ ശിക്ഷയ്ക്ക് വേണ്ടിയിട്ട് അതിൻ്റെ പേപ്പേഴ്സും പ്രതികളും എല്ലാവരെയും ഇന്ന് ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കേണ്ടി വരും. കാരണം ഈ ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി നെടുമങ്ങാടിൻ്റെ അതിൻ്റെ ഹയർ കോടതി സൂപ്പർവൈസറി പവേഴ്സ് ഉള്ളത് ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റിൻ്റെ കീഴിലാണ്. തിരുവനന്തപുരം നഗരത്തിലെ എല്ലാ ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതികളും നെയ്യാറ്റിൻകരയും നെടുമങ്ങാടും ആറ്റിങ്ങലും തിരുവനന്തപുരത്തും ഒക്കെ ഉള്ളത് ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റിൻ്റെ കീഴിലാണ്. അതുകൊണ്ട് ഹയർ ശിക്ഷ വിധിക്കാൻ അധികാരം 10 വർഷം വരെയുള്ള തടവ് ശിക്ഷ വിധിക്കാനുള്ള അധികാരം ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റിനാണുള്ളത്. അതുകൊണ്ട് ശിക്ഷ വിധിക്ക് അവിടെ ഇന്ന് പ്രതികളെ ഹാജരാക്കും. അവിടെ കോടതിക്ക് ഹയർ ശിക്ഷ വിധിക്കാം, ഇവരെ അല്ലെങ്കിൽ റിമാൻഡ് ചെയ്യാം. അവർക്ക് എന്തെങ്കിലും പറയാനുണ്ട്, കൂടുതൽ എവിഡൻസ് വല്ല എടുക്കണം എന്ന് കോടതിയെ ബോധ്യപ്പെടുത്തിയാൽ അവരെ റിമാൻഡ് ചെയ്യേണ്ടി വരും. കാരണം ഫൗണ്ട് ഗിൽറ്റിയാണ്. അല്ലെങ്കിൽ 3 വർഷം വരെയുള്ള ശിക്ഷ മാത്രമേ ഉള്ളൂവെങ്കിൽ ആ കോടതിക്ക് ജാമ്യം കൊടുത്തിട്ട് വീണ്ടും കേൾക്കാം. പക്ഷേ 450 വരുന്ന സ്ഥിതിക്ക് തീർച്ചയായിട്ടും 10 വർഷത്തെ തടവ് വരുന്നതുകൊണ്ട് ഫൗണ്ട് ഗിൽറ്റി എന്ന് ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കണ്ടെത്തിയതിനാൽ ആന്റണി രാജുവിനെയും തൊണ്ടി ക്ലാർക്ക് ജോസിനെയും റിമാൻഡ് ചെയ്യേണ്ടി വരും.
റിമാൻഡ് ചെയ്തതിനു ശേഷം അവർക്ക് എന്തെങ്കിലും പറയാനുള്ളത് ഉച്ചയ്ക്ക് 2:45 കേൾക്കും. അതിന് ഏതെങ്കിലും ഒരു സാക്ഷിയെ കൂടി ഇനിയും വിസ്തരിക്കണം എന്ന് ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റിനെ ബോധ്യപ്പെടുത്തിയാൽ ഇവരെ റിമാൻഡിൽ അയച്ചിട്ട് ആ സാക്ഷ്യങ്ങളെ വിസ്തരിച്ചിട്ട് വേണമെങ്കിൽ കോടതിക്ക് ശിക്ഷാവിധി വിധിക്കാം. എന്തായാലും അത്ര ശുഭകരമല്ല ആന്റണി രാജുവിൻ്റെ സ്ഥിതി. കാരണം ഫൗണ്ട് ഗിൽറ്റി എന്ന് എത്തിക്കഴിഞ്ഞിരിക്കുന്നു. ഏകദേശം 35-36 വർഷത്തോളം നിയമ പോരാട്ടം നടത്തിയിട്ടാണ് ഈ വിധത്തിലും നീതി ലഭിക്കാൻ വേണ്ടി അവിടം വരെ കാര്യങ്ങൾ എത്തിയതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്തായാലും 409 IPC പഴയ IPC പ്രകാരം കുറ്റം തെളിഞ്ഞതായിട്ട് പറഞ്ഞതുകൊണ്ട് 10 വർഷം മുതൽ 14 വർഷം വരെ കൊടുക്കാം. എങ്കിലും 10 വർഷം മിനിമം കൊടുത്തേ വെക്കുള്ളൂ. ഈ കേസുകളെ എല്ലാ വകുപ്പുകളിനകത്തും ചേർന്ന് കൺകറന്റ് ആയിട്ട് 3 വർഷം വരെ മാത്രം ശിക്ഷയ്ക്ക് വിധിക്കുന്ന ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് വിധിച്ചാൽ തീർച്ചയായിട്ടും അതിന് ആ കോടതിയിൽ നിന്ന് ജാമ്യം തേടി ആ ശിക്ഷാവിധി ക്യാൻസൽ ചെയ്യാൻ ഹൈക്കോടതിയിലേക്ക് പോകാനായിട്ട് ആന്റണി രാജുവിന് അവകാശമുണ്ട്. പക്ഷെ കാര്യങ്ങളെല്ലാം മാറി മറിഞ്ഞിട്ടുണ്ട്. കാരണം എവിഡൻസ് അങ്ങനെയാണ് കോടതി വന്നത്. 35 വർഷം 36 വർഷം ഈ കേസ് നടത്തി. ആ സമയത്ത് അദ്ദേഹം MLA ആവുകയും മന്ത്രിയാവുകയൊക്കെ ചെയ്ത കാലഘട്ടങ്ങളാണ് കഴിഞ്ഞ 35 വർഷമായിട്ട്. ഏതായാലും ഇതിൻ്റെ സ്പെഷ്യൽ പ്രോസിക്യൂട്ടർ മൻമോഹൻ എന്ന് പറഞ്ഞ അഡ്വക്കേറ്റാണ്. അദ്ദേഹം നന്നായിട്ട് ഈ കേസ് നടത്തി. അതോടൊപ്പം തന്നെ ഈ കേസിൻ്റെ ശിക്ഷ ആ കോടതിയിൽ വിധിക്കാൻ കഴിയാത്തത് കൊണ്ട് 2:45 ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കും. ആ സമയത്ത് ആ കോടതി ശിക്ഷ വിധിക്കും. അതിലെന്തെങ്കിലും സാങ്കേതിക തടസ്സങ്ങളൊക്കെ ഉന്നയിച്ചിട്ടുണ്ടെങ്കിൽ ആ സാങ്കേതിക തടസ്സങ്ങൾ അല്ലെ ഇനി ഏതെങ്കിലും സാക്ഷികളെ കൂടി വിസ്തരിക്കണം എന്ന് ബോധ്യപ്പെടുത്തുകയാണെങ്കിൽ ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റിന് തൽക്കാലം ആ പ്രതികളെ 2 പേര് റിമാൻഡിലേക്ക് അയച്ചിട്ട് ആ എവിഡൻസ് കൂടെ എടുക്കുന്നതിന് തടസ്സമില്ല, നിയമ തടസ്സമില്ല എന്നാണ് ഞാൻ കരുതുന്നത്. എന്തായാലും കേരള രാഷ്ട്രീയത്തിലെ ഇപ്പം ഭരിക്കുന്ന കക്ഷിയുടെ MLA ആയി നിൽക്കുന്ന ആന്റണി രാജുവിനെ ഇപ്പോൾ ഈ കേസിനെ സംബന്ധിച്ചിടത്തോളം അതിന് അത്ര എളുപ്പത്തിൽ ഊരാൻ കഴിയില്ല. 30-35 വർഷത്തോളം ഈ കേസും ഫൈറ്റ് ചെയ്താണ് ആന്റണി രാജു മുന്നോട്ട് വന്നത്. ഈ കേസിന്റെ കുറ്റച്ചാർജ് ഹാജരാക്കിയത് അന്നത്തെ DYSP സർക്കിളോ ആയിരുന്ന വക്കം പ്രഭ, പിന്നീട് SP ആയിട്ട് റിട്ടയർ ചെയ്ത വക്കം പ്രഭ കൃത്യമായിട്ട് ഈ കേസിന്റെ അന്വേഷണം പൂർത്തിയാക്കുകയും കുറ്റച്ചാർജ് കോടതിയെ ഹാജരാക്കുകയും ചെയ്തു. കാരണം വക്കം പ്രഭയും അതുപോലെ അനിൽ ഇമ്മാനുവലും അതുപോലെ സ്പെഷ്യൽ പ്രോസിക്യൂട്ടറും ഇതിനകത്ത് അഭിനന്ദനം അറിയിക്കുന്നുണ്ട്. കാരണം ഇത്രയും വർഷത്തെ നിയമ പോരാട്ടത്തിന് ഒരു പരിസമാപ്തി കൊണ്ടുവന്നിരിക്കുന്നു എന്നുള്ളതാണ് ഈ കേസിന്റെ പ്രത്യേകത. ആന്റണി രാജുവിനെ 2:45 ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കി ആ ശിക്ഷാവിധി വിധിക്കുകയോ അല്ലെങ്കിൽ ഫർദർ എവിഡൻസ് എടുക്കുകയോ ചെയ്യുമെന്നാണ് ഞാൻ കരുതുന്നത്.